ബഹിരാകാശ യാത്രകളിലും ഇന്ത്യയുടെ സംസ്കാരത്തെയും മൂല്യങ്ങളെയും മുറുകെ പിടിക്കുന്ന ഉറച്ച വിശ്വാസിയാണ് സുനിത വില്യംസ്. ബഹിരാകാശ യാത്രകളിൽ ഭഗവത്ഗീതയും ഉപനിഷത്തുകളും കൂടെ കൂട്ടിയതിന്റെ രഹസ്യം പല അഭിമുഖങ്ങളിലും സുനിത തുറന്നു പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ തിരിച്ചുവരവോടെ സമൂഹമാധ്യമങ്ങളിൽ ഇത് വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. Bhagavad Gita, and this last time I brought a small copy interpretation of Upanishad with me. I also brought along with the Bhagavad Gita the Odyssey, and I thought that was also quite appropriate to be in space and have those types of things to reflect and read on. ഗീത നൽകുന്ന ആത്മധൈര്യമാണ് ബഹിരാകാശ യാത്രകളിൽ ഭഗവത്ഗീത കയ്യിൽ കരുതിയതിന് പിന്നിലെ രഹസ്യം. ബഹിരാകാശത്തെ യാത്രയിൽ അത് ആശ്വാസമേകും, ഒപ്പം ആത്മപരിശോധന നടത്താൻ സഹായിക്കുകയും ചെയ്യുമെന്ന് സുനിത വില്യംസ് തുറന്നു പറയുന്നു. ഏകാന്തതകളിലും പ്രതിസന്ധികളിലും ഒരു മനുഷ്യന് ഭഗവത്ഗീത എത്രത്തോളം തുണയാകുന്നുവെന്നതിന്റെ തെളിവാണ് സുനിതയുടെ വാക്കുകൾ. ഗണപതി ഭക്തയാണ് സുനിത വില്യംസ്. വിഘ്നേശ്വര ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ വിഘ്നങ്ങൾ നീങ്ങുമെന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ബഹിരാകാശ യാത്രയിൽ ഗണേശ വിഗ്രഹവും ഒപ്പം കൂട്ടിയത്. ഗണപതി തന്റെ ഭാഗ്യദേവനാണെന്ന വിശ്വാസത്തിലാണ് സുനിത. ആത്മീയതയും സാംസ്കാരിക സ്വത്വവും ഭൂമിയിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്ന സന്ദേശമാണ് സുനിത പകരുന്നത്. ഭാരതത്തിന്റെ പാരമ്പര്യം വിളിച്ചോതുന്ന മഹാകുംഭമേള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലിരുന്ന് കണ്ടതിന്റെ അനുഭവം സുനിത നേരത്തെ പങ്കുവച്ചിരുന്നു. അസാധാരണമായ സാഹചര്യങ്ങളിൽ പോലും മാർഗദീപമാകാൻ ഉറച്ച വിശ്വാസങ്ങൾക്ക് കഴിയുമെന്നതിന് തെളിവാണ് സുനിതയുടെ ജീവിതം. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.